ഒരു 10 മാസം മുമ്പ് 10 മാസമായിട്ടുണ്ടാവും ഇൻസ്റ്റാഗ്രാം വഴി ഒരു പയ്യനായിട്ട് ഇങ്ങനെ ചാറ്റിങ് തുടങ്ങിയായിരുന്നു. ഞങ്ങൾക്കത് ആദ്യം അറിയില്ലായിരുന്നു. സ്കൂളിൽ ടീച്ചർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്കിത് മനസ്സിലായി ഞങ്ങളിത് വാണിംഗ് കൊടുത്ത് നിർത്തിച്ചതായിരുന്നു. വീണ്ടും ഇവർ തമ്മിൽ വീണ്ടും ചാറ്റിങ് തുടങ്ങി. അതൊക്കെ ഞങ്ങളുടെ ഫോണിൽ നിന്നല്ല, സ്കൂളിൽ വേറെ കുട്ടികൾ ഫോൺ കൊണ്ടുവരും. അപ്പോൾ അതിൽ നിന്നാണ് വീണ്ടും ഇവർ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങി അവസാനം ഇപ്പോൾ 2 ആഴ്ച മുമ്പ് ഇവൻ്റെ ശല്യം സഹിക്കാൻ വയ്യാതെ പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു. ഞാൻ ഇവൻ്റെ വീട്ടിൽ ചെന്നായിരുന്നു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ചേട്ടൻ വീട്ടിൽ നിന്ന് പോക്കോ, ഞങ്ങൾ വേറെ മൂഡിലാണ്, തട്ടിക്കളയുമെന്നുള്ള രീതിയിലാണ് ഇവർ പറയണത്. സപ്ലയർ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവരൊരു ഗ്യാങ് ഉണ്ട്. എളമക്കര സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവരൊരു ഗ്യാങ് ഉണ്ട്. അത് അത് കാക്കനാട് അങ്ങനെ പല സ്ഥലത്തുള്ള പിള്ളേരാണ്. അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഗ്യാങ് അയക്കണേണ്. ഇവർ ഈ കഞ്ചാവ് മാത്രമല്ല, എൻ്റെ ഫുൾ വീഡിയോ ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഞാനിത് പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ കൗൺസിലിങ് കഴിഞ്ഞ് പിന്നീടുള്ള എൻ്റെ അന്വേഷണത്തിൽ നിന്നാണ്. പിന്നെ ഞാൻ എൻ്റെ പുറകിലായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിയുടെ മകളുടെ വിഷയം അറിഞ്ഞപ്പോഴത്തേക്കും ഞാൻ തകർന്നു പോയപ്പോൾ ഇതേപോലെ തന്നെയല്ല മറ്റുള്ള മാതാപിതാക്കളും. അത് ഇവർ കണ്ടപ്പോഴത്തേക്ക് കിൻഡർ ജോയ് ആദ്യം കൊടുത്തെന്ന് പറയുന്നത്. കിൻഡർ ജോയിലൊരു പൊടി ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. കിൻഡർ ജോയിലൊരു പൊടിയിട്ട് കൊടുത്ത് പിന്നെ ഇവർ ഈ ഡയറി മിൽക്ക് ഉണ്ടല്ലോ, ഡയറി മിൽക്ക് കാണുമ്പോൾ ഡയറി മിൽക്ക് കൊടുക്കുമെന്ന് പറയും. ഈ ഡയറി മിൽക്ക് അതിൻ്റെ വീഡിയോസൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോസ് ഉൾപ്പെടെ എൻ്റെ കയ്യിലുണ്ട്. ഈ ഡയറി മിൽക്കിൽ ഇവർ എന്തോ പൗഡർ ഇട്ടിട്ടാണ് കൊടുക്കുന്നത്. ഇത് നമ്മൾക്ക് അറിയില്ലായിരുന്നല്ലോ. പെട്ടെന്ന് സ്വഭാവത്തിൽ വ്യത്യാസം, ഒരു ചെറിയൊരു ഇതുപോലെ വന്ന് പിന്നെ ഞരമ്പ് കണ്ടിച്ച് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് നടത്തി. അത് അതൊന്നും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. കൂട്ടുകാരത്തേക്ക് മെസ്സേജ് അയച്ചത് ഞങ്ങൾ ഇപ്പോഴാണ് അതൊക്കെ കണ്ടത്. ഇതിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഈ അടുത്താണ് കണ്ടത്. എന്നാൽ ഞാൻ പോലീസിൽ പരാതിപ്പെട്ട് പിന്നെ എനിക്കിത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഒരു സുഹൃത്താണ് പറഞ്ഞത്, 24 ന്യൂസിലെ ഹാഷ്മി സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇത് സപ്പോർട്ട് കിട്ടും. അപ്പം ഞാനൊരു തകർന്നടിഞ്ഞിരിക്കണമെന്ന് മനസ്സായിരുന്നു. എനിക്ക് ആരോട് പറയണം, എന്ത് പറയണമെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെയാണ് സാറിന് ഞാനിത് ഫുൾ വീഡിയോസ് അയച്ചു തരുന്നത്. മാത്രമല്ല ഇവർക്ക് വലിയ മുതിർന്നവരുമായിട്ടും കണക്ഷൻ ഉണ്ട്. വെണ്ണല സ്കൂളിൻ്റെ അവിടെ ഉള്ള ഒരു ബായിയാണ് ഇവർക്ക് ഇത് കൊടുക്കുന്നത്, ഒരു കഞ്ചാവ് സപ്ലൈ ചെയ്യുന്നത്. ഇവരെ എല്ലാ വീഡിയോസും പിന്നെ നോർത്തിൽ നിന്ന് കിട്ടുന്നുണ്ട്. പല പല മേഖലകളിൽ നിന്ന് ഇവർക്ക് ഈ കഞ്ചാവ് കിട്ടുന്ന ഏരിയ ഇവർ പറയുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നുണ്ട്. ഇവരുടെ ചാറ്റിങ്ങിൽ പറയുന്നുണ്ട്. ഇവർ രാത്രി ആകുമ്പോഴത്തേക്കും 7 മണിയാകുമ്പോൾ പണിക്കിറങ്ങാന്നാണ് ഇവർ പറയണത്. കൊടുക്കുന്നത് ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ സ്കോർന്നാണ് ഇവർ ഇതിന് ഉപയോഗിക്കുന്ന ഭാഷ. എനിക്ക് ഇതൊക്കെ അവരുടെ ചാറ്റിങ്ങിൽ നിന്ന് മനസ്സിലായതാ. ഇത് എടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ അവർ ഇരുമ്പ് മുറിച്ച് വിൽക്കുന്നുണ്ട്. അതൊക്കെ ഇവരുടെ ചാറ്റിങ്ങിലുണ്ട്. അതൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ഇരുമ്പ് മുറിച്ച് വിൽക്കുന്നുണ്ട്, ബൈക്ക് മോഷ്ടിക്കുന്നുണ്ട്. ഒരു കടയിൽ ഉച്ചക്ക് കത്തിരിക്കടവിലുള്ള ഒരു കടയിൽ കയറിയിട്ട് പൈസ ഉൾപ്പെടെ മോഷ്ടിക്കുന്നുണ്ട്. എല്ലാ സാധാരണ വീട്ടിലെ കുട്ടികളവർ സ്കൂളിൽ പറഞ്ഞ് ഇവരെ മെസ്സേജ് ഉൾപ്പെടെ അയച്ചു കൊടുത്തിട്ടുണ്ട്. പോലീസിന് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം മീഡിയ എന്ന നിലയിൽ സാറിന് മെസ്സേജ് തന്നിട്ടുണ്ട്. ഞാൻ നാർക്കോട്ടിക്സ് വിഭാഗത്തിലേക്കുള്ള എൻ്റെ അന്വേഷണമുണ്ട്. എനിക്ക് എവിടെ കൊടുക്കണമെന്ന് അറിയില്ല. ഞാൻ അവരെ ഡീറ്റെയിൽ കിട്ടിയാൽ ഞാൻ അവിടെ ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കും. എൻ്റെ അന്വേഷണത്തിൽ ഇവിടെ പഠിക്കുന്ന മിക്ക സ്കൂളുകളിൽ ഇവരുടെ ഗ്യാങ്സ് ഉണ്ട്, അതായത് ചങ്ങലകളുണ്ട്. ഞാൻ സ്കൂളിൻ്റെ പേരൊന്നും എടുത്ത് പറയുന്നില്ല. മിക്ക സ്കൂളുകളിൽ ഞാനത് ഡീറ്റെയിൽസ് തരാം. ഡീറ്റെയിൽസ് ഞാൻ സാറിന് കുറച്ചിട്ടുണ്ട്. കുറച്ച് ഡീറ്റെയിൽസ് എടുക്കാം. ഇനി ഇതിൽ ഒരാളെ പിടിച്ചിട്ട് അവരുടെ മൊബൈലിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും. കുഞ്ഞു കുട്ടികളാണ്. ഇത് സ്റ്റാറ്റസ് ഇടുന്നതല്ല, ഇവരുടെ ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് ചാറ്റിംഗ് ആണ്. ഗ്രൂപ്പ് ചാറ്റിംഗ് അല്ല, സ്റ്റാറ്റസ്. ഇത് എല്ലാവർക്കും കാണാൻ പറ്റില്ല. ഇവർ തമ്മിൽ ഒരു ഗ്യാങ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു മിനി അധോലോകം എന്ന് പറയാം. അത് ഇവർക്ക് ഈ സാധനം നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ കിട്ടുന്ന പോലും ഇവർക്കറിയാം. നോർത്ത് സ്റ്റേഷനിൽ വരുന്നുണ്ട്. അതൊക്കെ അവരുടെ ചർച്ചയിൽ വരുന്നുണ്ട്. വെണ്ണല സ്കൂളിൻ്റെ അവിടെ ഉണ്ട്. വെണ്ണല സ്കൂളിൻ്റെ അവിടെ ഒരു ഹിന്ദിക്കാരുണ്ട്, ബായി ഉണ്ട്. പിന്നെ നോർത്ത് സ്റ്റേഷനിൻ്റെ അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പറവൂരുണ്ട്. അങ്ങനെ വിവിധ കേന്ദ്രങ്ങൾ ഇവർ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഓരോ സ്ഥലത്തും കിട്ടുന്ന ഇതിൻ്റെ പോലീസിൽ പരാതിപ്പെട്ടതുമ്പോഴത്തേക്ക് ഇതിൻ്റെ പരിമിതികളാണ്. ഞാനിപ്പോൾ സാറിലേക്ക് വരാൻ കാര്യം, സാറിന് പരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സാറിലേക്ക് വന്നത്. കാരണം എന്ന് വെച്ചപ്പോൾ ഞാൻ എൻ്റെ സ്റ്റേഷൻ അതിർത്തിയിൽ പരാതിപ്പെട്ട് കഴിഞ്ഞാൽ ഇവർ ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് ഒരുമിച്ച് താമസിക്കുന്ന ആൾക്കാരല്ല. അതായത് ഇപ്പോൾ കാക്കനാട് മാത്രം താമസിക്കുന്ന കുട്ടികളല്ല. ഇവർ സ്കൂളിൽ പഠിക്കാൻ വന്നത് പല സ്ഥലത്തു നിന്നാണ്. അതായത് കാക്കനാടുണ്ട്, കത്തിരിക്കടവുണ്ട്, വെണ്ണലയുണ്ട്, അങ്ങനെ പല പല സ്ഥലത്തു നിന്നാണ് വന്നേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് ഇവർക്കെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ പറ്റില്ല. അപ്പം അതൊരു പരിമിതിയാണ് പോലീസിൻ്റെ. എല്ലാവരും ശ്രദ്ധയപ്പെടുന്നുണ്ട്.
ശ്രദ്ധയിൽപ്പെടാന്നുണ്ടല്ല, പക്ഷെ എല്ലാവർക്കും പേടിയാണ്. എന്ന് വെച്ചാൽ എല്ലാവരും കുടുംബം എന്നുള്ളൊരു വലിയൊരു കാര്യത്തിന് പേടിച്ചിട്ടാണ് അത് ആരും ഇടപെടാതിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവർക്ക് ഇതൊന്നുമില്ലാത്ത ആൾക്കാരാ. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കൊന്നുകളയുന്ന, ഞാൻ ചിലപ്പോൾ നാളെ മറ്റന്നാൾ ചിലപ്പോൾ ഞാൻ കൊല്ലപ്പെടാം. അയ്യോ, നിസ്സാരമല്ല ഇവരുടെ പിന്നിലുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സംഭവം. പക്ഷെ അത് നമ്മൾ ആരിറങ്ങിയാലും ഇവർക്ക് അതിനുള്ള സംഭവങ്ങളുണ്ട്. അതെല്ലാവരും പോലെ നമുക്ക് നാളെ എന്താകും ഭാവി, ആ ഭാവിനെ നമ്മൾ പേടിക്കുന്നുണ്ട്. ആ പേടിക്കുമ്പോഴാണ് ഇതുപോലെയുള്ള സംഘങ്ങൾ വരുന്നത്. അപ്പം ഞാനൊരാളാണ് ഇന്ന് ദുഃഖിച്ചെങ്കിൽ നാളെ 100 അച്ഛൻ അമ്മമാർ ദുഃഖിക്കും. അപ്പം അത് ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി എൻ്റെ ഒരു ചെറിയ ഇടപെടലുകളാണ്. ഞാനിത് അറിഞ്ഞതിന് ശേഷം ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. അപ്പോഴാണ് എൻ്റെ സുഹൃത്ത് പറഞ്ഞത്, അതല്ല ഇതിനൊരു പരിഹാരം. ഇനി ഇത്തരം കുട്ടികൾ, അത് ഈ കുട്ടികൾ ഉൾപ്പെടെ പോകരുത്. അതാണ് ഞാൻ ഈ കുട്ടികളെ ശിക്ഷിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യമല്ല, ഈ കുട്ടികൾ ഉൾപ്പെടെ രക്ഷപ്പെടണം. ഇതിന്റെ പിന്നിലുള്ള വലിയ റാക്കറ്റ് ഉണ്ട്. ഇവരെ ഈ ചെയിനാക്കി എടുത്തേക്കുന്ന കുറെ സംഘങ്ങളുണ്ട്. അപ്പം അതിനൊരു തടയിടാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാനൊരാളിരുന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കിതുപോലെ ശ്രദ്ധയിൽ കൊണ്ടുവരാനല്ലേ പറ്റുള്ളൂ. ബാക്കിയെല്ലാം ചെയ്യേണ്ടത് ഇവിടുത്തെ നിയമമാണ്, പോലീസാണ്, മാധ്യമങ്ങളാണ്. ഇപ്പോൾ സാറ് ഇടപെട്ട പോലെ നല്ലൊരു ക്യാമ്പയിൻ വരികയാണെങ്കിൽ കുറേ വ്യത്യാസങ്ങളുണ്ടാകും. നമ്മൾ എല്ലാ ദിവസവും ഇത് കാണുന്നതല്ലേ. ഒരു മിനിറ്റ്, അതിലവർ ആ കഞ്ചാവ് വലിക്കുന്നുണ്ട്. അത് സാധാരണ കഞ്ചാവ് വലിക്കുന്നതല്ല, അവർ ഒരു ചില്ലിൻ്റെ കുപ്പിയിൽ അത് അടിച്ചു കഴിഞ്ഞ് ഇവരൊക്കെ ഒരു 5 കൊല്ലം വെച്ച് ജീവിക്കൂല. അത്രയും പോക ഒരുമിച്ച് അകത്തോട്ട് പോകെ. നമ്മളൊരു ബീഡി വലിക്കുന്ന പോലെയല്ല, ഒരു കുപ്പിയിൽ കഞ്ചാവ് നിറച്ചിട്ട് ആ കഞ്ചാവിൻ്റെ വലിക്കുന്ന ഭാഗം അധികം 1 ഇഞ്ച് വലിപ്പമുള്ള ഇതാണ്. ആ പുകയാണ് ഇവർ തന്നെ വലിച്ചു കയറ്റുന്നത്. ഈ 15 വയസ്സുള്ള കുട്ടികൾ വലിച്ചു കയറ്റുന്ന ആ പുകയാണ്. ഭീകരമാണ്. ഒരു 5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഇവരൊക്കെ ഇത്രയും പുക നേരെ നമ്മുടെ ശ്വാസകോശത്തിലേക്ക് പോയി എന്തായിരിക്കും അവസ്ഥ? ഇവർ ബൈക്ക് മോഷ്ടിക്കുന്ന വീഡിയോ ഉണ്ട്, അത് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്.